ഇക്കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ അടിയന്തരമായി വോട്ടർ പട്ടിക പുതുക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാണ് വിമർശിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇതിനായി ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ പദ്ധതിക്ക് നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. വോട്ടർ പട്ടിക പുതുക്കുക വഴി ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. 2003 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ബീഹാറിലെ 4 കോടിയോളം പേർ വോട്ടർമാരെന്ന് തെളിയിക്കേണ്ടി വരും. അതത്ര എളുപ്പമല്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ കാരണം. കണ്ടുവരാം RDX റാപ്പ് 59 സെക്കൻഡിൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വോട്ടർ തിരിച്ചറിയൽ കാർഡോ റേഷൻ കാർഡോ ആധാറോ പോലും ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കാൻ അടിസ്ഥാന തിരിച്ചറിയൽ രേഖയായി കണക്കാക്കില്ല. പകരം ദേശീയ പൗരത്വ രജിസ്റ്റർ മാനദണ്ഡപ്രകാരമുള്ള 11 രേഖകളിലൊന്ന് ഹാജരാക്കണം. ബീഹാർ ജനതയുടെ അടിസ്ഥാന വിഭാഗത്തിൽ ഭൂരിപക്ഷത്തിനും ഇത്തരം രേഖകളില്ല. നിർദ്ദിഷ്ട രേഖകൾ ഹാജരാക്കാനാകാത്ത വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താകും. ഇത് ഏതാണ്ട് 3 കോടിയോളം പേർ വരും. ഏറെയും ദളിതരും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ പെട്ടവരും. വോട്ടർ പട്ടികയിൽ നിന്ന് പിന്തള്ളപ്പെടുക മാത്രമല്ല, ഈ മനുഷ്യരുടെ ഇന്ത്യൻ പൗരത്വവും ഇതോടെ ചോദ്യം ചെയ്യപ്പെടും. ബീഹാറിൽ വലിയൊരു കുടിയേറ്റ തൊഴിലാളി സമൂഹമുണ്ട്. അവരിലേറെയും ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യുന്നുണ്ടെന്നും ഇത് മറികടക്കാനാണ് വോട്ടർ പട്ടിക പരിഷ്കരണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. പക്ഷേ അതിന് പൗരത്വ രജിസ്ട്രേഷന് സമാനമായ മാനദണ്ഡങ്ങൾ എന്തിന് എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ബീഹാർ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ SIR നടപ്പിലാക്കിയേക്കുമെന്നും പ്രതിപക്ഷം കരുതുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ബീഹാറിൽ നടക്കുന്നത് എന്താണെന്ന് വിശദമായി പരിശോധിക്കേണ്ടതിന് എന്താണ് അതിതീവ്ര പരിശോധന ഈ സാഹചര്യത്തിൽ നമുക്ക് പരിശോധിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിലെ വോട്ടർ പട്ടികയിലാണ് അതിതീവ്ര പരിശോധന നടത്തുന്നത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം നടക്കുന്നു. അതാണ് വലിയ വിവാദമായിരിക്കുന്നത്. ഇപ്പോൾ ജൂൺ 24 പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് യോഗ്യരല്ലാത്ത വോട്ടർമാരെ ഒഴിവാക്കുന്നതിനായി തീവ്ര പരിശോധന നടത്തും എന്നതാണ് അതിൻ്റെ സാഹചര്യം. ബീഹാറിൽ 7.9 കോടി വോട്ടർമാരുണ്ട്. ഇവരിൽ 4.96 കോടി വോട്ടർമാർ 2003 വോട്ടർ പട്ടികയിലുള്ളവരാണ്. ഇവരൊഴിച്ചുള്ളവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ജൂലൈ 25 അപേക്ഷ സമർപ്പിക്കണം. ഓഗസ്റ്റ് 2 മുതൽ വീട് വീണ്ടാന്തരം കയറിയുള്ള പരിശോധനയിൽ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കണം വോട്ടർമാർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 30 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. 2003 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർ രേഖകൾ സമർപ്പിച്ച് വോട്ടറാണെന്ന് തെളിയിക്കണം എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആധാർ, റേഷൻ കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഇവയൊന്നും സ്വീകരിക്കില്ല എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. പട്ടികയിൽ പേരില്ലാത്തവർ പൗരത്വം തെളിയിക്കാൻ നിശ്ചയിച്ച 11 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണമെന്നാണ് നില. കമ്മീഷൻ നിർദ്ദേശിച്ച രേഖ ഹാജരാക്കാത്തവർ അനധികൃത കുടിയേറ്റക്കാരാകും. വോട്ടുണ്ടാകില്ല എന്ന് മാത്രമല്ല, അനധികൃത കുടിയേറ്റക്കാരാകും. പെൻഷൻ കാർഡ് പോലുള്ള ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡുകൾ, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ ബോർഡോ സർവകലാശാലയോ നൽകുന്ന സർട്ടിഫിക്കറ്റ്, സ്ഥിരം താമസ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെയാണ് ഹാജരാക്കാവുന്ന രേഖകൾ. പട്ടികജാതി പട്ടികവർഗ OBC സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ഭൂമി അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. ബീഹാറിൽ 8 കോടി വോട്ടർമാരുണ്ട്. ഇതിൽ 4 കോടി പേരെങ്കിലും വീണ്ടും പേര് ചേർക്കേണ്ടി വരും ഈ ചുരുങ്ങിയ സമയത്തിനകത്ത്. എന്താണ് പ്രശ്നം? നിർദ്ദേശിച്ച രേഖകളില്ലാത്ത കോടിക്കണക്കിന് ആളുകൾക്ക് വോട്ടവകാശം നഷ്ടമാകും എന്ന സാഹചര്യമുണ്ട്. ആധാർ കാർഡ്, വോട്ടർ ID, തൊഴിലുറപ്പ് കാർഡ് എന്നിവയാണ് ബീഹാറിലെ ഗ്രാമീണരുടെ കയ്യിലുള്ളത്. ഭൂരിഭാഗം വോട്ടർമാരും തിരിച്ചറിയൽ രേഖയായി കൈവശം വെക്കുന്ന ഈ രേഖകൾ പരിഗണിക്കില്ല എന്നതാണ് പ്രശ്നം. പൗരത്വം തെളിയിക്കുന്ന രേഖകൾ മാത്രമല്ല, മാതാപിതാക്കളുടെയും രേഖകൾ നൽകണം. ഒരു തലമുറയ്ക്ക് അപ്പുറത്തുള്ള രേഖകൾ കൂടെ നൽകണം. ബീഹാറിൽ 2.5% പേർക്ക് ജനന സർട്ടിഫിക്കറ്റുകൾ ഉള്ളൂ. ജാതി സർട്ടിഫിക്കറ്റ് 20% പേർക്ക് മാത്രമാണ് എന്നതും പ്രശ്നമാണ്. കുറഞ്ഞ സമയത്ത് ആവശ്യപ്പെടുന്നത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ രേഖകളാണ് എന്നതാണ് പ്രശ്നം. അതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. 3 കോടിയിലധികം ബീഹാറി വോട്ടർമാർ പുറത്താകും. ഇതിലേറെയും പട്ടികജാതി പട്ടികവർഗക്കാരാണ് എന്നതാണ് നില. SIR-നെതിരെ ആരോപണം ശക്തമായിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരം ലഭിക്കുകയാണ്. പൗരത്വത്തിൽ സംശയം തോന്നുന്നവരുടെ വിവരങ്ങൾ കമ്മീഷന് ഫോറിനേഴ്സ് ട്രിബ്യൂണലിന് കൈമാറാം എന്ന പുതിയൊരു അധികാരം ദത്തമായിരിക്കുന്നു. ഇതോടെ പൗരത്വം തെളിയിക്കേണ്ടത് അപേക്ഷ നൽകിയവരുടെ ബാധ്യതയാകും എന്ന നില തെരഞ്ഞെടുപ്പ് മുമ്പാകെ വന്നിരിക്കുന്നു. പൗരത്വം തെളിയിക്കാനായില്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള അവകാശങ്ങൾ, ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന അവകാശങ്ങളെല്ലാം നഷ്ടമാകും. രേഖകളില്ലാത്തവരെ തടങ്കൽ പാളയത്തിലേക്ക് മാറ്റും. നാട് കടത്തലിലേക്ക് വരെ എത്തിയേക്കാം എന്ന നില ഇപ്പോഴവിടെ സംജാതമായിരിക്കുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിണിത ഫലങ്ങളും വേറെ നേരിടേണ്ടി വരും എന്നതാണ് നില. പരിഷ്കരണത്തിൻ്റെ മറവിൽ മോദി സ്വേച്ഛാധിപത്യം നടത്തുന്നുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നത്. CPIM, CPI, SP, DMK, NCP, ശരത് പവാർ, JMM, ശിവസേന, ഉദ്ധവ്,
പാർട്ടികളും പരിഷ്കരണത്തിനെതിരെ രംഗത്ത് ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശം കവർന്നെടുക്കാനുള്ള RSS BJP ഗൂഢാലോചനയാണ് ഇത് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നു. 4 കോടിയിലധികം ദളിതരുടെ വോട്ട് കവരാനുള്ള നിതീഷ് കുമാർ നരേന്ദ്രമോദി പദ്ധതിയാണ് എന്ന വിമർശനമുണ്ട്. ദേശീയ പൗരത്വ രജിസ്ട്രേഷനുള്ള അജണ്ടയാണ് കമ്മീഷൻ നടപ്പിലാക്കുന്നത് എന്ന് കാണുന്നു. കേരളത്തിൽ പോലും 3 ആഴ്ച കൊണ്ട് ഇത്തരമൊരു പരിഷ്കരണം അസാധ്യമാണെന്ന് കേരളത്തിൽ പോലും എന്ന് CPIM ചൂണ്ടിക്കാണിക്കുന്നു. പൗരത്വ പട്ടികയ്ക്ക് തുല്യമായ വോട്ടർ പട്ടിക പുതുക്കൽ ചോദ്യം ചെയ്ത് കക്ഷികൾ എത്തിയിട്ടുണ്ട്. നിലവിലുള്ള പരിഷ്കരണ പ്രക്രിയ സ്റ്റേ ചെയ്യണം, കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സംസാര സ്വാതന്ത്ര്യം, ജീവിതാവകാശം ഉൾപ്പെടെയുള്ള നിയമത്തിന് ലംഘനമാണിതെന്ന് പ്രതിപക്ഷം ശക്തമായി പറയുന്നു, വിമർശിക്കുന്നു. 960 വോട്ടർമാരുടെ രജിസ്ട്രേഷൻ നിയമം അടക്കം ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു പ്രതിപക്ഷം. നടപടി സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിനെ ദുർബലപ്പെടുത്തും എന്നും അവർ പറയുന്നുണ്ട്. പാവപ്പെട്ടവരെയും പാർശ്വവൽകൃതരെയും പുറന്തള്ളാനുള്ള നീക്കമാണെന്നും പ്രതിപക്ഷം അതിശക്തമായിട്ട് വിമർശിക്കുകയാണ്. മറ്റൊരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഡാറ്റാ ഷീറ്റിലുണ്ട്. ഇത് സാധാരണക്കാരായ മനുഷ്യരെയാണ് ബാധിക്കുക. അവർക്ക് വോട്ടവകാശം ഇല്ലാതായി പോകുമെന്ന് മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ആകത്തുക നമ്മുടെ ഡാറ്റാ ഷീറ്റിൽ പറയുന്നത് പോലെ അവർ പൗരത്വത്തിൽ നിന്ന് തന്നെ പുറത്താവുകയും അതുവഴി ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായ അവസ്ഥയിലേക്ക് എത്തുകയും തടങ്കൽ പാളയത്തിൽ പോലും പോയി ജീവിക്കേണ്ടുന്ന നില വരികയും ചെയ്യും. എങ്ങനെ കാണുന്നതിനെ? ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കാവസ്ഥയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. അത് നമുക്കറിയാമല്ലോ, പല ആവർത്തി നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കറിയാം, ഡാറ്റ നമുക്ക് മുന്നിലുണ്ട്. അതിൽ തന്നെ 2014 കണക്ക് നോക്കിയാൽ ഏതാണ്ട് 56% അവിടുത്തെ ദരിദ്രരുടെ കണക്ക്. അതായത് ജനസംഖ്യയുടെ 56% 2014 ആകുമ്പോൾ ദരിദ്രരാണ്. പക്ഷേ കഴിഞ്ഞ 3-4 വർഷം മുമ്പ് ആ കണക്ക് ഏതാണ്ട് 26% എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ 26%, അതായത് ഈ 30% ആ ദാരിദ്ര്യ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് ശരിയായ മാനദണ്ഡങ്ങൾ പ്രകാരമല്ല എന്നുള്ള വിമർശനം ശക്തമാണ്. അപ്പോൾ വലിയൊരു വിഭാഗം ദരിദ്രരുള്ള, അതല്ലെങ്കിൽ ഇത്തരം ഒരു രേഖകളും സൂക്ഷിക്കാനുള്ള ആവതില്ലാത്ത ആളുകളുള്ള ഒരു സമൂഹത്തിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് ചെന്നിറങ്ങുന്നത്. അത് ഈ ബീഹാറിലെ ജനസമൂഹത്തിലെ ഏറ്റവും ദരിദ്രരാണ് അവിടുത്തെ മുസ്ലിങ്ങൾ, ആദിവാസികൾ, പട്ടികജാതിക്കാർ. ഇവരാണ് ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിലുള്ള ആളുകൾ. അപ്പോൾ അവരാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഈ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുറത്തു പോവുക. ഇപ്പോൾ 4 കോടി എന്നൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നു. പക്ഷേ ഏതാണ്ട് 2 കോടിക്ക് മേൽ ആളുകൾ ആ നിലയ്ക്ക് ഒരുപക്ഷെ ഈ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടേക്കാമെന്നുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ആകെ ഉള്ള വോട്ടർമാരുടെ എണ്ണം 7 കോടി 8 കോടിയൊക്കെയാണ്. അതിൽ തന്നെയാണ് ഇത്രയധികം ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് പറയുന്നത്. പക്ഷേ അതിൽ രാഷ്ട്രീയമായി അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ NDA വളരെ, അല്ലെങ്കിൽ BJP നേതൃത്വം വളരെ കൃത്യമായ ചില രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ചിരാഗ് പാസ്വാനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട്, സഖ്യകക്ഷിയാണ് പക്ഷേ ചിരാഗ് പാസ്വാനെയൊക്കെ മുന്നിൽ നിർത്തി, അതായത് നിതീഷ് കുമാറിൻ്റെ ഓറയിൽ നിന്ന് ആ രാഷ്ട്രീയത്തെ, ബീഹാർ രാഷ്ട്രീയത്തെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള അതിൽ നിന്ന്, അതായത് നിതീഷ് കുമാർ ഈ മുന്നണിയിൽ തന്നെ ആയിരിക്കെ നിതീഷ് കുമാറിൻ്റെ അനാരോഗ്യവുമൊക്കെ ഒരു വലിയ ഘടകമാണ്. JDUവിൻ്റെ വലിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ബീഹാറിൻ്റെ കാര്യം വരുമ്പോൾ നിതീഷ് കുമാർ എന്ന പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ മുദ്രാവാക്യം. പക്ഷേ അതൊന്നും നിൽക്കുന്ന അവസ്ഥയിലല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില. അപ്പോൾ ഈ സാഹചര്യത്തെ മുതലെടുക്കാൻ കൃത്യമായി BJP ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സാഹചര്യം സമ്പൂർണ്ണമായി ഈ മുന്നണിക്ക് അനുകൂലമാക്കണമെങ്കിൽ, NDA മുന്നണിക്ക് അനുകൂലമാക്കണമെങ്കിൽ ആർക്കാണ് ഈ വോട്ട് ബാങ്ക്? ആരുടെയാണ്? ഈ പാവപ്പെട്ടവരും ദരിദ്രരും ഒക്കെ ആയിട്ടുള്ള വോട്ട് ബാങ്ക് ബഹുഭൂരിപക്ഷവും പോകുന്നത് RJD പോലുള്ള കക്ഷികളിലേക്കാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, അവിടെ നമ്മുടെ എന്താണ് തെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റ് വിദഗ്ധൻ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി. അപ്പോൾ അത് വേറെ ഒരു, ഈ കാക്കനാട് ഞാൻ സ്ഥിരമായിട്ട് പെട്രോൾ അടിക്കുന്ന പമ്പിൽ ഒരു ചേട്ടാനിയന്മാർ അവിടെ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്നുണ്ട്. അവർ എപ്പോഴും നമ്മളെ കണ്ടു കഴിയുമ്പോൾ നമ്മളിങ്ങനെ വിശേഷമൊക്കെ പറയുമല്ലോ, സംസാരിക്കും, നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരേറ്റവും കൂടുതൽ ബീഹാറിലെ ഇലക്ഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഈ പുതിയ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചാണ് അവർക്ക് പ്രതീക്ഷയുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്ത് അവർ വന്നതാണ്. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. അവിടെ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇതിനെയെല്ലാം മൂടോടെ പിഴുതു കളയാൻ തക്കവണ്ണമുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഇത് എന്ന് വിമർശകർ ആരോപിച്ചാൽ അതിൽ ചിലപ്പോൾ തെറ്റു പറയാനാവില്ല. കാര്യം ഇത് അങ്ങനെ സർക്കാരിൻ്റെ തീരുമാനമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനമാണ് എന്നൊക്കെ പറയുമ്പോഴും എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ? അത് വിചിത്രമാണ്. കാരണം ആധാർ പരിഗണിക്കില്ല.
ആധാർ പരിഗണിക്കില്ല. ഇവിടെ ഈ നാട്ടുകാരെ കൊണ്ട് മുഴുവൻ എല്ലാ കാര്യത്തിലും ആധാർ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു പുകിലായിരുന്നു. ആധാർ പരിഗണിക്കില്ല ഈ ഇതിൽ എന്താണ് ഇതിനു വേണ്ട രേഖകളിൽ. അതിനു പകരം പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, SSLC 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ സനീഷ് പറഞ്ഞല്ലോ. അതിനകത്ത് അവസാനം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ സർവേയിലെ രേഖ, അതല്ലെങ്കിൽ പൗരത്വ രേഖ, ഇതൊക്കെയാണ് ഈ പറയുന്ന 11 എണ്ണത്തിൽ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് രേഖ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിലത്തെ അവസ്ഥ എന്താണ്? ഈ രേഖ ഹാജരാക്കാൻ കഴിയാത്ത മുഴുവൻ പേരെയും അപ്പം തന്നെ വളരെ എളുപ്പത്തിൽ ഈ പൗരത്വ പട്ടികയിലെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഇവരെ കുഴപ്പത്തിലാക്കാൻ പോകുന്ന നീക്കം നടക്കില്ലെന്ന് ആര് കണ്ടു? ഈ ആരോപണമെല്ലാം പ്രസക്തമാണ്. അതുകൊണ്ട് ഇത് ഈ രണ്ട് തരത്തിൽ, ഒരു തരത്തിൽ ഇത് ഈ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം എന്ന ആരോപണത്തിന് പ്രസക്തിയുണ്ട്. രണ്ടാമത് ഇത്രയധികം ആളുകളെ ഈ പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തു കളയാനുള്ള തന്ത്രപരമായ നീക്കമാണ് എന്നുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമുണ്ട്. ഇതിനകത്ത് ഈ അധികാരത്തിൻ്റെ ദുരുപയോഗം എന്ന കാര്യം മറ്റൊരർത്ഥത്തിൽ കൂടെ പ്രസക്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹർഷനും നേരത്തെ ഡാറ്റാ ഷീറ്റിലും ഹർഷൻ ഇപ്പോൾ പറഞ്ഞതും ഡാറ്റാ ഷീറ്റ് ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അല്ലാത്തൊരു അധികാരം കിട്ടുകയാണ്. അതായത് ഈ പൗരത്വം തന്നെ ഇലക്ഷൻ നടത്തപ്പാക്കുക, വോട്ടർ പട്ടികയൊക്കെ ശരിയായിട്ട് നടത്തുക, ഈ സംവിധാനങ്ങൾ നന്നായി കൊണ്ടുപോകുക എന്നതിനപ്പുറത്തേക്ക് പൗരൻ ആരാണ് എന്ന് നിശ്ചയിക്കാനുള്ളൊരു ചുമതല കൂടെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈവശം വെക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ഭീകരമായൊരു കാര്യം 30 ദിവസത്തിനകം ഈ പ്രക്രിയ മൊത്തം പൂർത്തിയാക്കണം. അടുത്ത മാസം ഓഗസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം 2025 ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കേണ്ടതാണ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ 30 ദിവസത്തിനകം ഈ ഒരു കാര്യം കൂടെ പൂർത്തിയാക്കണം. അതിനകത്താണെങ്കിലോ ബീഹാറിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റുള്ളിടങ്ങളിലും പോയിട്ട് ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ളത്. കേരളത്തിലടക്കം നിറയെ ആളുകളുണ്ട്. ഈ ആളുകൾ തെരഞ്ഞെടുപ്പിന് കൃത്യമായിട്ട് അങ്ങോട്ട് പോയിട്ട് വോട്ട് ചെയ്യുകയും മറ്റും ചെയ്യുന്ന താൽക്കാലിക താമസക്കാരാണ്, താൽക്കാലികമായിട്ട് പുറത്തുള്ള ആൾക്കാരാണ്. അവരുടെ വോട്ടവകാശം കൂടെ നിഷേധിക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. അവർക്ക് അവിടെ വോട്ട് കൊടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് എനിക്ക് മനസ്സിലാകാത്ത, ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രത്യേകിച്ച് പൗരത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് വരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് സാധാരണ മനുഷ്യരെ അന്നന്നത്തെ പണിയെടുത്തിട്ട് 24 മണിക്കൂർ അന്നന്നത്തെ കാര്യങ്ങൾ തീർക്കാനല്ലാതെ മറ്റൊന്നിനും അവസരമില്ലാത്ത സാധാരണ മനുഷ്യരെ എന്തിനാണ് സംവിധാനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന വിഷമാണ് നമുക്ക് വരിക. ഇപ്പം എത്ര പൈസ ചിലവാണ്. അവരുടെ കൈവശം രേഖയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെവിടേക്ക് പോയിട്ട് ഈ രേഖകൾ ഉണ്ടാക്കും? ഒരു തലമുറക്ക് അപ്പുറത്തുള്ള ആളുകളുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോയി കൊടുക്കും? ആധാറാണ് സമീപകാലത്ത് എല്ലാവരുടെയും കൈവശത്തേക്ക് കിട്ടിയ രേഖ. അത് പക്ഷേ ഞങ്ങൾ സ്വീകരിക്കില്ല. അതിസാധാരണക്കാരായ മനുഷ്യരെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ സംവിധാനങ്ങളും ഇത്രക്ക് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണ് എന്ന ചോദ്യം ആവർത്തിച്ച് മനസ്സിലേക്ക് വരികയും അതിൻ്റെ സങ്കടങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇപ്പോൾ കേരളത്തിൻ്റെ പരാമർശം കണ്ടപ്പോൾ കേരളത്തിൽ പോലും ഇത്ര വേഗത്തിൽ നടക്കില്ല. കാരണം കേരളം കുറേ കൂടെ സുഘടിതമായിട്ടുള്ള സംവിധാനങ്ങളുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഒരു സ്ഥലമാണല്ലോ. ഇത് ബീഹാറിൻ്റെ ഒക്കെ ഗ്രാമങ്ങളിൽ നിന്ന് വളരെ ദൂരെ പോയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുകയാണ് മനുഷ്യർ. ഡൽഹിയിലും കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലും ആ മനുഷ്യരൊക്കെ അവിടങ്ങളിലാണ് ഈ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് 30 ദിവസത്തിനകം ഈ സങ്കീർണമായ പ്രോസസ്സ് പൂർത്തീകരിക്കാൻ പോകുന്നത്. രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിസാധാരണക്കാരായ മനുഷ്യർ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്? ഇതിനകത്ത് പ്രധാനമായും തരീഷ് ഏതാണ്ട് 19 വയസ്സ് മുതൽ 40 വയസ്സിൽ താഴെയുള്ള ആളുകളെയാണ് ഇത് ബാധിക്കുക. ഈ വോട്ടർമാർ, ഈ പറയുന്ന വോട്ടർമാർ, 2000-ന് ശേഷമുള്ള ഈ വോട്ടർമാരെന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. ഏറ്റവും പുതുതലമുറ വോട്ടർമാരെയാണ് കൃത്യമായി ഉന്നമിടുന്നത് എന്നുള്ള പ്രശ്നം കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ചില പുതിയ പരീക്ഷണങ്ങൾക്ക് ഒരുപക്ഷെ ചെറുപ്പക്കാരൊപ്പം നിന്നേക്കാം എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ ഇതെല്ലാം അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പറയുന്നത് പോലെ വിശുദ്ധ പശുവൊന്നുമല്ല. ഈ നിലയ്ക്കുള്ള സംശയങ്ങൾക്കെല്ലാം ഇട നൽകുന്ന വിധം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സംശയങ്ങളെല്ലാം ആവർത്തിച്ച് ഇതുപോലെ പറയപ്പെടും, ഇതുപോലെ ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ട മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താണ് നമ്മൾ അവിടെയും കാണുന്നത്. ബീഹാറിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ നടക്കുന്നത് 8 കോടി ജനങ്ങളുടെ പൗരത്വ രജിസ്റ്ററിംഗ് ആണെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിധമാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. കാലാകാലമായി നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരോട് വോട്ട് ചെയ്യണമെങ്കിൽ അവരുടെ പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഒരർത്ഥത്തിൽ പൗരന്മാർക്കേ വോട്ട് ചെയ്യാനാകൂ, ശരി തന്നെയാണത്. പക്ഷേ സാധാരണക്കാരായ ബീഹാറി ഗ്രാമീണരുടെ കയ്യിലുള്ളത് കേന്ദ്ര സർക്കാർ തന്നെ നിർബന്ധമായും സൂക്ഷിക്കണമെന്ന് പറയുന്ന ആധാറും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയ വോട്ടർ ID-യും എല്ലാമാണ്. അതൊന്നും അംഗീകരിക്കില്ല. പൗരത്വം തെളിയിക്കാനുള്ള 11 രേഖകളിലൊന്ന് വേണം എന്നാണ് ഇപ്പോഴത്തെ നിർബന്ധം. 3 ആഴ്ചക്കകം അത് സമർപ്പിക്കുകയും വേണം. ഇല്ലെങ്കിൽ ഏതാണ്ട് 4 കോടി പേർക്ക് വോട്ട് ചെയ്യാനാകില്ല. നടപ്പിലാകാനാകാത്ത ഒരു കാര്യം മാനദണ്ഡമാക്കി വെച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായി ഇത് പൗരത്വ കണക്കെടുപ്പല്ല, പക്ഷേ അതിൻ്റെ 1ാം ഘട്ട മാതൃകയായി ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല എന്ന് RDX കരുതുന്നു. ഇടവേളയിലേക്ക്.